കാട്ടിലിറങ്ങിയ നരഭോജി കടുവ ആദിവാസി വീട്ടമ്മയെ കൊന്നു തിന്നതോടെ ഉയർന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള അടിയന്തര ഉത്തരവ് ഇറക്കി വനംവകുപ്പ് അതിവേഗ നടപടിയെടുത്തെങ്കിലും കടുവയെ പിടികൂടാൻ സാധിച്ചില്ല. വനംവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ പഞ്ചാരക്കൊല്ലി താറാട്ട് ഉന്നതിയിലെ അച്ചപ്പന്റെ ഭാര്യ രാധയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. 2019 ഉരുൾപൊട്ടലിൽ ഇവരുടെ വീട് തകർന്നിരുന്നു. തൊട്ടടുത്തുള്ള ഷെഡിലാണ് താമസിച്ചിരുന്നത്. വീട് പണി പൂർത്തിയായി വരുന്നതേയുള്ളൂ. അതിനിടയിലാണ് ദുരന്തം. രാധയുടെ മരണത്തോടെ വയനാട്ടിൽ വനാതിർത്തിയോട് ചേർന്ന മേഖലയിലെ ജനങ്ങൾ അതീവ ഭീതിയിലാണ് കഴിയുന്നത്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലെ പഞ്ചാരക്കൊല്ലി ഡിവിഷനിലായിരുന്നു ദുരന്തം. അടിമവേലയിൽ നിന്ന് മോചിപ്പിച്ച ആദിവാസികളെ പാർപ്പിച്ച സർക്കാർ നിയന്ത്രണത്തിലുള്ള പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി ടീ പ്ലാന്റേഷനോട് ചേർന്നാണ് രാധയുടെ ജീവനെടുത്ത കടുവാക്രമണമുണ്ടായ സ്ഥലം. കടുവയെ കൊടുക്കാൻ കൂടും സ്ഥാപിച്ചു. നിറത്തോക്കുമായി രാത്രിയും വിദഗ്ധ സംഘം മേഖലയിൽ ജാഗ്രത പുലർത്തുകയാണ്. കണ്ണിൽപ്പെട്ടാൽ വെടിവെക്കാനാണ് നീക്കം. കടുവയുടെ ആക്രമണത്തിൽ രാധയുടെ തല വേർപെട്ടിരുന്നു. ഉടൽ പകുതിയോളം ഭക്ഷിച്ച നിലയിലായിരുന്നു. പരിചയക്കാരനായ ചന്ദ്രപ്പന്റെ തോട്ടത്തിൽ കാപ്പി പറിക്കുന്ന ജോലിക്ക് പോയതായിരുന്നു രാധ. രാവിലെ 8 മണിയോടെയാണ് അച്ചപ്പൻ സ്കൂട്ടറിൽ കൊണ്ടാക്കിയത്. 11:15 വനമേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്ന തണ്ടർ ബോൾട്ട് സംഘമാണ് മൃതദേഹം കണ്ടത്. തോട്ടത്തിന്റെ അതിർത്തിയിൽ നിന്ന് 150 മീറ്റർ മാറി വനത്തിലായിരുന്നു മൃതദേഹം. കടുവയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് മാനന്തവാടി നഗരസഭാ പരിധിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം നരഭോജി കടുവയെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ തുടരുകയാണ്. കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി പഞ്ചാരക്കൊല്ലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത 163 പ്രകാരമാണ് നടപടി. 27 വരെയാണ് നിരോധനാജ്ഞ. നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെ.സി. ചിറക്കര ഡിവിഷനുകളിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. കടുവയെ പിടിക്കുന്നതിന് നീക്കം ഊർജിതമാണ്. ദ്രുത പ്രതികരണ വിഭാഗത്തിലേതടക്കം 200ഓളം വനസേനാംഗങ്ങളാണ് കടുവയെ പിടിക്കുന്നതിന് ശ്രമത്തിൽ. കടുവയെ കണ്ടെത്തുന്നതിന് ഡ്രോൺ സഹായത്തോടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. കുടുംബ സുഹൃത്തിന്റെ തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാൻ പോകുന്നതിനിടയിലായിരുന്നു രാധയ്ക്ക് ആക്രമണമുണ്ടായത്. വനത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലായിരുന്നു തണ്ടർ ബോൾട്ട് ഈ മൃതദേഹം കണ്ടെത്തിയത്. മുഖവും കഴുത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളും കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു. തണ്ടർ ബോൾട്ട് സംഘം വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പിന്നീട് നോർത്ത് വയനാട് DFO KJ മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരും സ്ഥലത്തെത്തി. കടുവ ആക്രമണത്തിൽ വൻ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും രാധയുടെ ബന്ധുക്കൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു.